മറ്റൊരാശങ്കയാണ് രക്ഷിതാക്കളുടെ ഈ കുട്ടികൾക്ക് ദേഷ്യം വരുമ്പോൾ അവരെന്തെങ്കിലും എടുത്ത് എറിയുന്നു. അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ അവരെന്തെങ്കിലും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ വാക്കുകൾ യൂസ് ചെയ്യുന്നതും ദേഷ്യം വരുമ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾ അവരുടെ ദേഷ്യം പുറന്തള്ളാനായിട്ട് ശ്രമിക്കുന്ന ഒരു മെത്തേഡാണോ, അതോ ഇതിൻ്റെ അകത്തൊരു വളരെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ ആവശ്യമുള്ളൊരു കാര്യമാണോ ഈ കുട്ടികൾ എന്തെങ്കിലും എടുത്ത് എറിയുന്നതിനെയൊക്കെ? തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ള ഒരു വിഷമമോ ദേഷ്യം, നെഗറ്റീവ് ഇമോഷൻ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മാർഗം തന്നെയാണിത്. പക്ഷേ ഇതൊരു അൺഹെൽത്തി മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളതിൽ സംശയമില്ലല്ലോ. ഇപ്പം ഇളയൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക, ദേഷ്യം വന്ന് മൊബൈലെടുത്ത് അതിൻ്റെ തലയിലോട്ട് വെച്ചെറിഞ്ഞു, ചിലപ്പോൾ അപകടം സംഭവിച്ചൂടെ? ഇങ്ങനത്തെ ചില പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് അതൊരു അൺഹെൽത്തി ആയ ഒരു രീതിയാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, കുട്ടിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു 2 മണിക്കൂറെങ്കിലും അഗ്രസീവ് ഫിസിക്കൽ ആക്ടിവിറ്റി, ശരീരം നന്നായി വിയർക്കുന്ന തരത്തിൽ ഓടി ചാടി മറിയുന്ന തരത്തിലുള്ള കായിക വ്യായാമം, ഒരു 2 മണിക്കൂറെങ്കിലും അഗ്രസീവ് ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി ചെയ്യുന്ന കുട്ടികളിൽ ഈ ദേഷ്യപ്രകടനങ്ങൾ കുറവായിരിക്കും. കാരണം അവരുടെ എനർജി ഓൾറെഡി അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അഥവാ ദേഷ്യം വന്നാൽ പോലും കൺട്രോൾഡ് ആയിട്ടായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുക.